നമസ്തേ. 4/5/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കും. മാറ്റം വരുത്തേണ്ടോ മാറ്റം വരുത്തുകയും ചെയ്യും. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ പോസ്റ്റുകൾ തുടർച്ചയായി നിങ്ങൾക്ക് എല്ലാ പോസ്റ്റുകളും ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 4/5/2025 ഞായറാഴ്ച. ഇടവം, കർക്കിടകം, മകരം, കുംഭം രാശിക്കാർക്ക് ശുഭവും, തുലാം, വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും, മേടം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, ചിങ്ങം, കന്നി, ധനു, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്കാർക്ക് അനുകൂലമല്ല, ആരോഗ്യം അനുകൂലമല്ല. അതേപോലെ അലസത ഉണ്ടാവും, ഒരു ഐശ്വര്യക്കുറവുണ്ടാവും, വിളർച്ച, ദഹനക്കുറവ് മുതലായ പ്രശ്നങ്ങളുണ്ടാവും. മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയതുള്ളവർക്ക് പ്രയാസമായിരിക്കും. സഹോദരസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല. ശത്രുക്കൾ ദോഷമുണ്ടാകുന്ന സമയമാണ്, ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളത് അല്ല. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശി ശുഭകരമാണ്. എന്നാൽ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രയോഗിക്കും. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. പിതൃസ്ഥാനീയർ അനുകൂലമല്ല, മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദരസ്ഥാനീയർക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറയ്ക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമാണ്. ദൈവാധീനം വളരെ കുറയുന്ന സമയമാണ്. കഫ സംബന്ധമായ അസുഖമുള്ളവർക്ക് അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. മിഥുനം രാശി. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് ദോഷമാണ്. എങ്കിലും ആരോഗ്യം മേന്മയുള്ളതായിരിക്കും. എന്നാൽ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഈ ആസ്മയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ട്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മുൻകോപത്തെ നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടില്ല. തൊഴിൽ മേഖല അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യ നക്ഷത്രം. കർക്കിടകം രാശിക്കാർക്ക് ശുഭകരമാണ്. പൊതുവെ ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ചെറിയ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ ശ്രദ്ധിച്ച് കർക്കിടക രാശിക്കാർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില കലഹങ്ങളൊക്കെ ഉണ്ടാകും. എടുത്തുചാട്ടം ഒഴിവാക്കണം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമല്ല. തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ള കാലഘട്ടമാണ്. ശ്രദ്ധിക്കണം. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം.
ചിങ്ങൻ രാശി അനുകൂലമല്ല. ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കില്ല. ഒരാത്മവിശ്വാസക്കുറവ്, അലസത, വിളർച്ച ഇതൊക്കെ ഉണ്ടാവും. അതേപോലെ ആസ്തമ, മാനസിക അസ്വസ്ഥതകളൊരു ശ്രദ്ധിക്കണം. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യതകളുണ്ടാവും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്ക് ഒട്ടും അനുകൂലമല്ല. എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ശരീരം അത്ര മേന്മയൊന്നുമില്ല. സഹോദരസ്ഥാനീയർ അനുകൂലമായിരിക്കും. ശരീരത്തിന് ചെറിയ ചെറിയ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ശരീരത്തിന് മേന്മയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. മനസ്സ് പൊതുവെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. മനസ്സ് സ്വസ്ഥമാണെങ്കിൽ ബാക്കിയൊക്കെ സ്വസ്ഥമായിക്കൊള്ളുമല്ലോ. കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമല്ല. ജീവിത പങ്കാളിയും അനുകൂലമല്ല. മക്കളിൽ നിന്ന് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. തൊഴിൽ മേഖല അത്ര ഗുണകരം എന്ന് പറയാൻ പറ്റില്ല. ചില ശത്രുദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. പൊതുവെ മനസ്സും ശരീരവുമൊക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകുമെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അത് തീരുകയും ചെയ്യും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടില്ല. തൊഴിൽ മേഖല മേന്മയുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ തൊഴിൽ മേഖല മേന്മയുള്ളതാക്കാൻ കഴിയുകയും ചെയ്യും. ഇനി വൃശ്ചികം രാശി ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യം മേന്മയുള്ളതാണെങ്കിലും മനസ്സ് പൊതുവെ ഒന്ന് മൂടിക്കെട്ടിയ അവസ്ഥയായിരിക്കും. ഒരു അസ്വസ്ഥത നിറഞ്ഞ അവസ്ഥയായിരിക്കും. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ദൈവാധീനമുള്ള ഒരു ദിവസമായിരിക്കും. ഒരു പരിധിവരെ കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും കിട്ടും. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. പക്ഷേ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് വൃശ്ചിക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് അനുകൂലമല്ല. മനസ്സും ശരീരവും അത്ര അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്ന സമയമാണ്. ആരോഗ്യം അനുകൂലമല്ല. ആസ്മ, മാനസിക അസ്വസ്ഥതകളൊരു ശ്രദ്ധിക്കണം. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപം ഉണ്ടാകും. എന്നാൽ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നഷ്ടങ്ങളുണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതുമല്ല. തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് ശുഭകരമാണ്. പൊതുവേ ശരീരത്തിന് അത്ര സ്വസ്ഥ ഉണ്ടാവില്ലെങ്കിലും മനസ്സൊക്കെ അനുകൂലമായിരിക്കും. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു പ്രതിരോധ ശക്തി പൊതുവെ കുറയുന്ന ഒരു സമയമാണത്. ഈ കാലഘട്ടം പ്രതിരോധ ശക്തി പൊതുവെ കുറയും. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും. അതുകൊണ്ട് വാക്ക് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. കടബാധ്യത ഉണ്ടാവും. ദൈവാധീനം കുറച്ചൊക്കെ ഉള്ള ദിവസമാണ്. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല ശ്രദ്ധിച്ചാൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുകയും ചെയ്യും.
ഇനി കുംഭം രാശി. കുംഭം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുദോഷം കുറഞ്ഞിരിക്കും. കടബാധ്യത കുറയ്ക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും അത്ര മേന്മയുള്ളതൊന്നുമല്ല. ആരോഗ്യ അനുകൂലമല്ല. പ്രത്യേകിച്ച് വാദസംബന്ധമായ അസുഖമുള്ളവർക്ക് പ്രതിരോധശക്തി വളരെ കുറവായിരിക്കും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. വാക്കുകൾ അത്ര അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. ധനപരമായി നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലാളികൾ അനുകൂലമല്ല. തൊഴിൽ മേഖലയും അനുകൂലമല്ല. അപ്പോൾ ഈ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും നമസ്തേ.